പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ 4 ഉൾപ്പെടുന്ന സോഫ്റ്റ്വെയർ പോർട്സ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ പോർട്സ്. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ കോമൺ ആയി പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 4 വെബ് ടെക്നോളജി. അതിൽ ഇന്ന് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മുൻകാല ചോദ്യ പേപ്പർ നോക്കിയാൽ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് സോഫ്റ്റ്വെയർ പോർട്സ്. നമുക്ക് അറിയാവുന്നതാണ്, +1 നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഹാർഡ്വെയർ ബോർഡ്സ്. ഹാർഡ്വെയർ ബോർഡ്സ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ് ടു കമ്പ്യൂട്ടർ. കീബോർഡ് അല്ലെങ്കിൽ മൗസ് പോലെയുള്ള എക്സ്റ്റേണൽ ഡിവൈസസ് അല്ലെങ്കിൽ മോണിറ്റർ പോലെയുള്ള ഡിവൈസസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഹാർഡ്വെയർ ബോർഡ്സ് യൂസ് ചെയ്യുന്നു. അതിൽ USB, PS2, VGA പോലെയുള്ള വ്യത്യസ്തമായ ബോർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി സോഫ്റ്റ്വെയർ ബോർഡ്സ് എന്താണെന്ന് നോക്കിയാൽ, സോഫ്റ്റ്വെയർ പോർട്ട് ഈസ് യൂസ്ഡ് ടു കണക്ട് a client to computer to a server to access services. പൊതുവെ സർവീസസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ ബോർഡ്സ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ബോർഡ്സ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ സർവീസസ്. ദ സോഫ്റ്റ്വെയർ ബോർഡ്സ് ആർ ഗിവൺ യുണീക്ക് നമ്പർ. തിരിച്ചറിയാൻ വേണ്ടി, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും സോഫ്റ്റ്വെയർ ബോർഡ്സിന് ഒരു വ്യത്യസ്തമായ നമ്പേഴ്സ് കൊടുക്കുന്നു. അത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. The purpose of software port is to identify different services like email, FTP, etc. Email, ഫയൽ ട്രാൻസ്ഫർ സേവനങ്ങൾ പോലെയുള്ള വ്യത്യസ്തമായ സേവനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് പലപ്പോഴും സോഫ്റ്റ്വെയർ പോർട്ടുകൾ യൂസ് ചെയ്യുന്നത്. So hardware ports are used to connect external devices. Software ports are used to identify services. They are also used to connect client to server. Client കമ്പ്യൂട്ടറിനെ സർവർ കമ്പ്യൂട്ടറോട് കണക്ട് ചെയ്യാൻ വേണ്ടിയും നമ്മൾ സോഫ്റ്റ്വെയർ പോർട്ട് യൂസ് ചെയ്യുന്നു. ഇനി സോഫ്റ്റ്വെയർ പോർട്ടിന്റെ പ്രത്യേകത, സോഫ്റ്റ്വെയർ പോർട്ട്സ് ആർ ഗിവൺ യുണീക്ക് നമ്പർ. ഒരു യുണീക്ക് നമ്പറാണ് കൊടുക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ പോർട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്ന നമ്പർ ഉപയോഗിച്ചാണ്. പോർട്ട് നമ്പർ എന്ന് പറയുന്ന ഒരു 16-ബിറ്റ് നമ്പറാണ്. സോ പോർട്ട് നമ്പർ ഈസ് എ 16-ബിറ്റ് നമ്പർ. ഇനിയും പോർട്ട് 2021 FTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 22 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സേവനമാണ്. Port number 22 is used for SSH, സെക്യൂർ ഷെൽ എന്ന് പറയുന്ന SSHന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 25 എന്ന് പറയുന്ന SMTP അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 53 DNSന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 80 HTTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 110 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോളിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 443 HTTPSന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ പോർട്ട് നമ്പർ 21 FTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 22 SSHന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 25 SMTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 53 DNSന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 80 HTTP ആണ്. പോർട്ട് നമ്പർ 110 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ POP3ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് നമ്പർ 443 HTTPSന് വേണ്ടി യൂസ് ചെയ്യുന്നു. Thank you for watching. Please subscribe the channel.